അപ്പോൾ ഹായ് ഓൾ വെൽക്കം ടു നയദൃഷ്ടി പോഡ്കാസ്റ്റ്. നമ്മളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മളെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് തരികയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും നയനിധി പോളിസി കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ കോ ഫൗണ്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പറയാൻ പോകുന്നതൊക്കെ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞൊരു ഫീൽഡിനെ പറ്റിയിട്ടും, അത് നമ്മൾ എക്സ്പേർട്സ് ഒന്നും അല്ലെങ്കിലും ആ ഫീൽഡിൽ നമ്മൾ ഒരു യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും നമ്മൾ ആ യാത്രയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളുടെ കൂടെ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ. അപ്പോ ഇത് അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുക. നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല, നമ്മളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അപ്പോ നമ്മൾ നയനിധി പോളിസി കളക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോ സോനൽ കുരുവിളിയാണ് എൻ്റെ കൂടെ ഉള്ളത്. സോനൽ, എന്താണ് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോനലിന്റെ അഭിപ്രായം. സോ, ഞങ്ങള് നയനിധി പോളിസി കളക്ടീവ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ സെക്ടറും പബ്ലിക് പോളിസി എന്നൊരു ഫീൽഡിലുമാണ്. പബ്ലിക് പോളിസി എന്നുള്ള വാക്ക് ഇപ്പം പലരും ഉപയോഗിക്കുന്നൊരു ഇപ്പോൾ ഒരു ടേമായി മാറിയിട്ടുണ്ട്. പല കോളേജുകളിലും പബ്ലിക് പോളിസിൻ്റെ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പബ്ലിക് പോളിസി ബേസിക്കലി ഗവൺമെൻറ്റിനെ പറ്റി ഒരു സ്റ്റഡി എന്നുള്ളതാണ് പബ്ലിക് പോളിസി, റൈറ്റ്? ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നോ അതിനെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഗവൺമെൻറ് ഇപ്പം നമ്മുടെ ഇന്നത്തെ സമയത്ത് ഗവൺമെൻറ് കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ, ഹെൽത്ത് കെയറിൽ, റോഡ്സ് നിർമ്മാണത്തിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ, ഡിഫൻസിൽ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, അങ്ങനെ കുറേ ഏരിയാസിൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഏരിയാസിനകത്ത് ഗവൺമെൻറ്റിനെ പറ്റി മനസ്സിലാക്കുക, എന്തിൽ വർക്ക് ചെയ്താലായിരിക്കും കൂടുതൽ എഫക്റ്റീവ്, എവിടെ വർക്ക് ചെയ്താലായിരിക്കും കൂടുതൽ നല്ലത്, എന്ത് ഗവൺമെൻറ് ചെയ്യണം, ചെയ്യരുത്, ചെയ്താൽ തന്നെ എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്തുകൊണ്ടുണ്ടായ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ള വർക്കാണ് പബ്ലിക് പോളിസിയിലുള്ള വർക്ക്. അപ്പം ഞങ്ങൾ നയനിധി പോളിസി കളക്ടീവിൽ ഞങ്ങളുടെ വൺ ഓഫ് ദി ഏരിയാസ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഞങ്ങളെ തന്നെ ഒരു തിങ്ക് ഡു ടാങ്ക് ആയിട്ടാണ് വിളിക്കുന്നത്. അതായത് യൂഷ്വലി എപ്പോഴും തിങ്ക് ടാങ്ക്സിനെ പറ്റി ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും. തിങ്ക് ടാങ്ക്സ് ഗവൺമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയും ഉള്ള അഡ്വക്കസി വർക്ക് ചെയ്യുന്നവരാണ്. അതായത് ഗവൺമെൻറ് എന്തൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം, ഗവൺമെൻറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ആൾക്കാരുടെ തിങ്കിങ്ങിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, വോട്ടേഴ്സിനെ, സിറ്റിസൻസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ തിങ്ക് ടാങ്ക്. പക്ഷേ ഞങ്ങൾ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ ന്യൂസ് ലെറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ്. വേറെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് കൂടാതെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലും, റിസർച്ച് ലെവലിലും, സ്റ്റഡീസിൻ്റെ ലെവലിലും, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ വർക്കിൻ്റെ ലെവലിലും, അങ്ങനെ വേറൊരു ലെവലിലും ഞങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു തിങ്ക് ഡു ടാങ്ക് ഏരിയയിലാണ് എൻപോക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. എൻപോക്കിനെ പറ്റി കൂടുതൽ നമുക്ക് മുന്നോട്ടുള്ള എപ്പിസോഡ്സുകളിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ജനറലി പബ്ലിക് പോളിസിയും നമ്മുടെ ഇപ്പൊ വർക്കും. സോനിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി വന്ന ഇത്രയും കാലത്തില് നമ്മൾ പഠിച്ച കുറെ സംഭവങ്ങൾ പബ്ലിക്കിന്റെ അടുത്ത് ഷെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക. അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. അപ്പോൾ എഗെയിൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളാരും അത്ര ഭയങ്കര എക്സ്പേർട്സ് ഒന്നുമല്ല ഈ ഫീൽഡിൽ. നമ്മളും പഠിച്ചു വരുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് ആണെങ്കിലും പബ്ലിക് പോളിസി ആണെങ്കിലൊക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഒരു ജനറൽ പബ്ലിക് എന്നുള്ള രീതിയിൽ നിങ്ങളെയും ചിലപ്പോൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങൾക്കും ഗവൺമെന്റ് അടുത്തുനിന്ന് കുറച്ചും കൂടി നല്ല പോളിസീസ് വേണം, അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചവരായിരിക്കും. അപ്പോൾ നമ്മളുടെ ലേണിങ്സും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ എത്തിക്കുന്നതോട് കൂടി നിങ്ങൾക്കും കുറച്ചും കൂടി ബെറ്റർ ഐഡിയ, എങ്ങനെയാണ് പോളിസീനെ കാണേണ്ടത്, എങ്ങനെയാണ് ഗവൺമെന്റ് ഓരോ സംഭവങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ പോളിസിയിൽ, ഈ പോഡ്കാസ്റ്റ് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ വിചാരിക്കുന്നത്, നമ്മളെ, എന്നെയും സോനലിനെയും ഇൻസ്പയർ ചെയ്ത കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതും ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഉണ്ടായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിന്റെ പേര് തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ ദി ഐഡിയാസ് ദാറ്റ് ഇൻസ്പയർഡ് അസ് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. അപ്പോൾ അപ്പൊ നമ്മൾക്ക് കുറച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത, നമ്മളെ ഇൻസ്പയർ ചെയ്ത കുറച്ച് ഐഡിയാസ് എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോനൽ, അപ്പോൾ സോനലിന്റെ ഫസ്റ്റ് ഐഡിയ പറയൂ. തിങ്സ് ആർ ബെറ്റർ ദാൻ വി തിങ്ക് എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ഐഡിയ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് തോന്നുന്നത് 2020 ആണോ 21, ആ സമയത്ത് ഞാൻ ഹാൻസ് റോസ്ലിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇപ്പം മരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു. ഫാക്ട്ഫുൾനെസ് എന്ന ബുക്കിൻ്റെ പേര്. വളരെ ഫേമസ് ബുക്കാണ്, ബെസ്റ്റ് സെല്ലറാണ്. ആ ബുക്ക് ഞാൻ വായിച്ചിരുന്നു. ആ ബുക്കിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഈ ഐഡിയ ഉണ്ടായത്. അപ്പം ഈ ബുക്ക് വായിക്കുന്നതിന് മുമ്പ്, ഞാൻ നമ്മൾ പലരെയും പോലെ ഞാനൊരു
കുറച്ച് പെസിമിസ്റ്റിക് ഉം. ആയിട്ട് ലോകത്തെ കാണുന്നൊരു വ്യക്തിയായിരുന്നു. റൈറ്റ്. മിക്കവാറും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പല റോഡുകളും മുഴുവൻ കുണ്ടും കുഴിയും പ്രശ്നങ്ങളുമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട സമയമേ ഉള്ളൂ. ആഹ് അത് ഓൾമോസ്റ്റ് ഞാനത് വായിക്കുന്ന സമയം കോവിഡിന്റെ ഉം. സമയമായിരുന്നു. അപ്പോൾ ഓൾ ദ മോർ പ്രോബ്ലംസ് നടക്കുകയാണ്. ജോലിയുടെ പ്രശ്നങ്ങളുണ്ട്. ജോലി കിട്ടുന്നില്ല. ഞാനും ആ സമയത്ത് അൺഎംപ്ലോയ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും നേരിടുന്നു. അപ്പം ലോകം മുഴുവൻ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തിങ്കിങ് ആയിരുന്നു എനിക്ക് ജനറലി ഉണ്ടായിരുന്നത്. ആം, ഭയങ്കര പെസിമിസ്റ്റിക് എല്ലാം നശിച്ചു പോകുന്നുള്ളതൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഒരു സാധാരണ ഡേ ടു ഡേ ജീവിക്കുന്ന ഒരു പെസിമിസ്റ്റ് ആയിരുന്നു ഞാനും. റൈറ്റ്. അപ്പം ഹാൻസ് റോസ്ലിങ്ങിന്റെ ബുക്ക് വായിക്കുമ്പോഴാണ് ആം, ഞാൻ അങ്ങനെയല്ല, തിങ്സ് ആർ ബെറ്റർ ദാൻ വി തിങ്ക്, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ആക്ച്വലി കാര്യങ്ങൾ ബെറ്റർ ആണ് എന്നൊരു വ്യൂയിലേക്ക് ഞാൻ എത്തിയത്. റൈറ്റ്. അപ്പം നമ്മളിപ്പം ആം, ഇപ്പം ന്യൂസോ നമ്മളിപ്പം ഏതെങ്കിലും സോഷ്യൽ മീഡിയയോ ഒക്കെ തുറക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ന്യൂസ് മുഴുവൻ ഏകദേശം നെഗറ്റീവ് ന്യൂസുകൾ അല്ലെങ്കിൽ ആ, ആം, പ്രശ്നങ്ങളെ പറ്റിയുള്ള ന്യൂസുകളായിരിക്കും. ഇപ്പോൾ വാറാണെങ്കിൽ വാറിനെ പറ്റിയുള്ള ന്യൂസുകൾ ഇപ്പം നമ്മൾ തുറന്നു പോയി കഴിഞ്ഞാൽ ഇറാനിലെ പ്രൊട്ടസ്റ്റിനെ പറ്റി കാണാം. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ കാണാം. യുക്രൈൻ വാറിനെ പറ്റി കാണാം. ഇപ്പം ടാരിഫ് കൂട്ടി, ട്രേഡിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം പ്രശ്നമുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നമ്മളെപ്പോഴും ന്യൂസിൽ കാണുന്നത്. പക്ഷേ ഹാൻസ് റോസ്ലിംഗ് ആ ബുക്കിനകത്ത് പറയുന്നൊരു കാര്യം, ന്യൂസോ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഏത് ആയിക്കോട്ടെ, അതിനകത്തെല്ലാം എക്സെപ്ഷണലായ സ്റ്റാൻഡ് ഔട്ടായ നമ്മൾ പൊതുവേ ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങളല്ല ന്യൂസിലോ ഇതിലോ വരിക. കുറച്ച് എക്സെപ്ഷണലായ കാര്യങ്ങളേ വരുള്ളൂ. അപ്പോൾ ഈ എക്സെപ്ഷണൽ കാര്യങ്ങൾ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. റൈറ്റ്. അതാണ് ആൾക്കാർ കാണുക. അതാണ് പെട്ടെന്ന് എടുത്തു നിൽക്കുക നെഗറ്റീവായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ന്യൂസിൽ ഇത് വരുന്നത്. അപ്പം ന്യൂസാണ് നമ്മുടെ പെസിമിസം അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളെല്ലാം പെസിമിസ്റ്റേ ആവത്തുള്ളൂ. റൈറ്റ്. പക്ഷെ ന്യൂസ് അല്ല നമ്മളൊരു പക്ഷേ കാണേണ്ടത്. അതല്ലാതെ കുറച്ചും കൂടെ ബ്രോഡായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ നമ്മളൊരു ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ സ്പീഷീസ് ജീവിച്ചിട്ടുള്ള ഏറ്റവും സമ്പൽ സമൃദ്ധമായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫിനാൻഷ്യലി, എക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറലി, നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് വെച്ച് നോക്കുമ്പോൾ, നമുക്കുള്ള ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ, ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ, എല്ലാ കേസിലും നമ്മൾ ഏറ്റവും പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. റൈറ്റ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐ മീൻ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ല, ഇപ്പം ബുദ്ധിമുട്ടുകളില്ല, ഇനിയൊന്നും ഇമ്പ്രൂവ് ചെയ്യാനില്ല, നമ്മൾ പെർഫെക്റ്റ് ആയെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുന്ന സമയത്ത് ആം, നമ്മള് വയലൻസും ആം, വളരെയധികം ബുദ്ധിമുട്ടുകളും പോവേർട്ടിയും ഹങ്കറും പാൻഡമിക്സും നിറഞ്ഞൊരു ഹിസ്റ്ററിയാണ് നമ്മുടെ ഉള്ളത്. വാറ്, നോ എല്ലാ ഐ മീൻ ട്രൈബൽ ഇഷ്യൂസ്, റിലീജിയസ് ഇഷ്യൂസ്, ഇതെല്ലാം നിറഞ്ഞൊരു സമയമാണ് നമ്മുടെ ഹിസ്റ്ററി മുഴുവനുള്ളത്. റൈറ്റ്. പക്ഷേ ലാസ്റ്റ് ഒരു 200-300 ഇയേഴ്സിൽ നമ്മൾ അച്ചീവ് ചെയ്ത പ്രോഗ്രസ്, ഒരു എക്സ്പൊണൻഷ്യൽ എമൗണ്ട് ഓഫ് പ്രോഗ്രസ് ആണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്നൊരു എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായതിൻ്റെ ഒരു മെഷറായിട്ട്. റൈറ്റ്. അപ്പം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പം ഈ GDP ഗ്രോത്തിൻ്റെ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് എന്ന് തൊട്ട് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഡേറ്റ ഉണ്ടോ, വെരി ഏർലി ടൈംസ് അൺടിൽ ഓൾമോസ്റ്റ് ഒരു 1800s വരെ, 1800s 1900s വരെ വളരെ സ്റ്റാഗ്നന്റ് ആയ ഒരു GDP ഗ്രോത്ത് ആണ്. അപ്പോൾ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇംപ്രൂവ്മെന്റ്സ് നടന്നിട്ടുള്ളൂ. പക്ഷേ ഒരു 1950s 1940സിന് ശേഷം എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് അത് ഗ്രോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ്. റൈറ്റ്. അപ്പം നമ്മളിപ്പം ഗ്ലോബൽ GDP എടുക്കുമ്പോഴാണ് ഞാൻ ഈ നമ്പർ പറഞ്ഞത്. ഇപ്പോൾ ഏത് കൺട്രീസ് എടുക്കുകയാണെങ്കിലും ഈ നമ്പർ തന്നെയാണ്. റൈറ്റ്. അതിപ്പോൾ GDP പെർ ക്യാപിറ്റ, പോപ്പുലേഷൻ അത്രമാത്രം കൂടിയെന്ന് ചിലർ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പോപ്പുലേഷൻ വെച്ച് നോക്കിയാലും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വെച്ച് നോക്കിയാലും ഒക്കെ എക്സ്ട്രീം ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഇൻ സം വേസ് റിച്ചർ, നമ്മുടെ സൊസൈറ്റീസ് എല്ലാം കുറച്ചും കൂടെ റിച്ചർ, നമ്മുടെ കൺട്രീസ് എല്ലാം കുറച്ചും കൂടെ റിച്ചർ ആയിട്ടാണ് ആയിട്ടുള്ളത്. റൈറ്റ്. പക്ഷേ നമ്മളിതും നമ്മുടെ പാസ്റ്റും ഒരു ഒരു 200-300 കൊല്ലം പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എക്സ്ട്രീം പോവേർട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ്. നൗ അഗെയിൻ ഹാൻസ് റോസ്ലിംഗ് ആ ബുക്കിനകത്ത് പറയുന്ന വേറെ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പോവേർട്ടിയുടെ സാധനം മാത്രം എടുക്കുകയാണെങ്കിൽ 1800സിൽ ഓൾമോസ്റ്റ് 85% ഓഫ് ആൾക്കാർ ഇൻ വേൾഡ്, ലോകത്തുണ്ടായിരുന്ന 85% ആൾക്കാർ എക്സ്ട്രീംലി പൂർ ആയിരുന്നു. റൈറ്റ്. വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ആൾക്കാരായിരുന്നു. പക്ഷേ 2017 ഒരു ഡേറ്റ പുള്ളി കൊടുത്തിട്ടുണ്ട്. 2017 വെറും 9% ആൾക്കാർ മാത്രമേ ലോകത്ത് എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നവരുള്ളൂ. റൈറ്റ്. അദ്ദേഹം കോട്ട് ചെയ്ത ഡേറ്റയാണ് ഞാൻ പറയുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫിനോമിനൽ ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. റൈറ്റ്. ആ 9% ആൾക്കാരുടെ പോവർട്ടി മാറേണ്ടതുണ്ട്. ഇപ്പോഴും എക്സ്ട്രീം പോവർട്ടി അല്ലെങ്കിലും ചെറുതായ പോവർട്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യവും മാറേണ്ട ആവശ്യമുണ്ടെങ്കിലും നമ്മൾ
എക്സ്പീരിയൻസ് ചെയ്ത ഇംപ്രൂവ്മെന്റ് ഈസ് വെരി ഹൈ. അപ്പം ഹാൻസ് റോസ്ലിംഗ് ആ ബുക്കിനകത്ത് പറയുന്നൊരു കോട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിലാണ് ആ കോട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ആ കോട്ട്. ആം, അദ്ദേഹം പറയുന്നത്, "പീപ്പിൾ ഓഫൺ കോൾ മീ ആൻ ഒപ്റ്റിമിസ്റ്റ് ബിക്കോസ് ഐ ഷോ ദം ദ ഇനോമസ് പ്രോഗ്രസ് ദേ ഡോണ്ട് നോ അബൌട്ട്. This makes me angry. I'm not an optimist. This makes me sound naive. I'm a very serious possibilist. That's something I made up. It means someone who neither hopes without reason nor fears without reason. Someone who constantly resists the overdramatic worldview. As a possibilist, I see all this progress and it fills me with conviction and hope that further progress is possible." അങ്ങനെയാണ് ഹാൻസ് റോസിംഗ് പറയുന്നത്. അദ്ദേഹം ഒരു ഒപ്റ്റിമിസ്റ്റും അല്ല, പെസിമിസ്റ്റും അല്ല. അദ്ദേഹം ഒരു പോസിബിലിസ്റ്റ് ആണ്. ലോകത്തിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്കുണ്ടായ ഗ്രോത്തും ഇംപ്രൂവ്മെന്റും വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടുള്ള പോസിബിലിറ്റീസ് ആണ് അദ്ദേഹം കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റൈറ്റ്. അപ്പം ആം, എനിക്കിത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണലി എൻ്റെ ലൈഫിനെ പറ്റിയും യുനോ എൻ്റെ ലൈഫിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി, ഞാൻ താമസിക്കുന്ന സൊസൈറ്റിനെ പറ്റി, എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ പറ്റിയൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒരു താങ്ക്ഫുൾനെസ്, ഒരു നന്ദി, കുറച്ചും കൂടി ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് വായിച്ച് മെല്ലെ മെല്ലെ ഐഡിയാസൊക്കെ എൻ്റെ തലയിലോട്ടൊന്ന് സീപ്പ് ചെയ്തപ്പോൾ. സെക്കൻഡ്, എനിക്കും ഞാനും സൊസൈറ്റിക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കണ്ടീഷൻസൊക്കെ ഇമ്പ്രൂവ് ആവുമെന്നൊരു ഹോപ്പ് വന്നു തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ കോൺട്രിബ്യൂഷൻസ് മീനിങ്ഫുൾ ആണ് എന്നൊരു തോന്നൽ വന്നു. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഈ കമ്പനി തുടങ്ങിയതിന് ശേഷം, നമ്മളിപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനകത്തൊരു ആഗ്രഹം എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ വളരെ ചെറിയ വർക്കുകളാണ്. റൈറ്റ്. കാര്യമായ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കാണാനില്ല. നമ്മൾ ചെയ്യുന്നതിനകത്തുള്ള ഒരു തരിയായിട്ടുള്ള ചെറിയ ചേഞ്ചുകളൊക്കെ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടൊക്കെ ബിഗ്ഗർ പിക്ചർ നോക്കുന്ന സമയത്ത് വല്ല മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ അത്രമാത്രം മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഓവർ ദ കോഴ്സ് ഓഫ് ആ ടൈമിൽ ഇത്രയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്മോൾ കോൺട്രിബ്യൂഷനും വ്യത്യാസം ഉണ്ടാവുന്നൊരു ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. സോ അതാണ് എനിക്കിത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ഐഡിയ ആയിട്ട് തോന്നാൻ കാരണം. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ ജനറലി ഒരു പെസിമിസ്റ്റിക് വ്യൂയിലോട്ട് പോവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒബ്വിയസ്ലി നമുക്കെല്ലാവർക്കും വളരെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. റൈറ്റ്. നമ്മൾ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നവരാണ്. പോവർട്ടി ഫേസ് ചെയ്യുന്നവരാണ്. നമുക്ക് വേണ്ടതെല്ലാം നമുക്കില്ല. ഓപ്പർച്യൂണിറ്റീസിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ പബ്ലിക് സിസ്റ്റംസ് പലതും വർക്കിംഗ് അല്ല. ആൻഡ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പ ചില സമയങ്ങളിൽ പുറകോട്ട് നോക്കി നമ്മൾ വന്ന, ആസ് എ സ്പീഷീസ് നമ്മൾ വന്ന യാത്ര നോക്കുമ്പോൾ, വയലൻസും ഇൻജസ്റ്റിസും എല്ലാം വളരെയധികം തിങ്ങി നിറഞ്ഞ ഒരു സൊസൈറ്റികളിൽ നിന്ന് നമ്മളിപ്പം സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ കുറേയൊക്കെ, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ഓഫ് ദി റീജിയൻസ് അത്രയെങ്കിലും വരാനുള്ളൊരു സൊസൈറ്റിയെ നമ്മൾ മാറിയത് തന്നെ ഇറ്റ്സ് 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 എ ബിഗ് തിങ്. അത് വളരെ ചെറിയ കാര്യമല്ല എന്ന്. ഇതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വൺ ഓഫ് ദി ഐഡിയാസ്. തിങ്സ് ആർ ബെറ്റർ ദാൻ വി തിങ്ക്. യാ ഞാനും ഈ ബുക്ക് വായിച്ചതാണ്, ഫാക്ട്ഫുൾനെസ് എന്ന് പറഞ്ഞത്. എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ബുക്കാണ്. അതിലെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഈ ബുക്കിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഷോ നോട്ട്സിലും ഇതിലൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങൾക്കും ഇൻട്രസ്റ്റഡ് ആയവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വേറൊരു സംഭവം സോണിൽ പറഞ്ഞതിൽ മിസ് ഔട്ട് ആയത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ കാണുന്ന വേറൊരു പ്രശ്നമുണ്ടല്ലോ, ഗ്ലോബൽ വാർമിങ്ങിന്റെയും എൻവയൺമെന്റ് പ്രൊട്ടക്ഷന്റെയും അങ്ങനത്തെ ഒരു മൂവ്മെന്റും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വേറെ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യണം, വേറെ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കാണുമ്പോഴും ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ ഒരു പോയിന്റിലും വേറൊരു ജീവികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എൻവയൺമെന്റ് പറ്റിയിട്ടോ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ കാലം. അതും നമ്മൾ ഈ റീസെന്റ് ഉണ്ടായ ഒരു ചേഞ്ച് അല്ലേ? കാരണം പണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു 200 കൊല്ലം മുന്നേ നമ്മുടെ കൂടെയുള്ള വേറെ ആനിമൽസിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്, എൻവയൺമെന്റിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നോക്കുമ്പോഴും, ആസ് എ നമ്മളുടെ ചുറ്റുമുള്ള എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റില്ലേ? Yeah. ആബ്സല്യൂട്ട്ലി. സീ ഇതിനകത്ത് ആഹ്, ഈ ബുക്കിനകത്ത് ഹാൻസ് റോസ്ലിംഗ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി പറയുന്നത്, ഇപ്പം പോവർട്ടിനെ പറ്റി ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിലോ, ഇൻകത്തിനെ പറ്റി ആൾക്കാരോട് ചോദിക്കുകയാണല്ലോ, ഹെൽത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിലോ ഒക്കെ ആൾക്കാര് വളരെ പെസിമിസ്റ്റിക് ആൻസറാണ് പറയുക. റൈറ്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരോട് ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ആ ബുക്കിനകത്തൊരു സർവേയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൾക്കാരോട് ചോദിക്കുകയാണ്, ലോകത്തുള്ള എത്ര ശതമാനം ആൾക്കാർ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നവരാണ്. അവർ ചിലപ്പം പറയുന്ന നമ്പർ ചിലപ്പം 30% എന്നായിരിക്കും, അല്ലെങ്കിൽ 40% ആയിരിക്കും.
സോറി. ബട്ട് ആക്ച്വൽ നമ്പർ 9% ഒക്കെ ആയിരിക്കും. റൈറ്റ്. അപ്പം ഭയങ്കര മിസ്മാച്ചാണ് ആൾക്കാരുടെ തിങ്കിങ്ങിൽ തമ്മില്. പക്ഷേ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എൻവയൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പൊതുവെ ആൾക്കാർക്കത് തിരിഞ്ഞു വരുന്നത്. റൈറ്റ്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ലെറ്റ്സ് സേ ഒരു നമ്പർ അതിന് ഇടുകയാണെങ്കിൽ അവർ 40% എന്ന് പറയുമായിരിക്കും. പക്ഷേ ആക്ച്വലി ഇറ്റ് വിൽ ബി മോർ ദാൻ 40%. 50%, 60% ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആൾക്കാർ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇഷ്യൂ ആണെന്ന് പുള്ളി പറയുന്നുണ്ട്. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കുറച്ച് സീരിയസ് ആയ ഇഷ്യൂ ആണ്. നൗ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, നമ്മളിപ്പം ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ആഹ്, പല കാര്യങ്ങളും നമ്മൾ ആബ്സല്യൂട്ട്ലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലൈമറ്റിന്റെ ഒരു വിഷയത്തിലാണ് നമ്മൾ കുറച്ച് നമുക്ക് സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉള്ളത്. നമ്മളെ അലാർമിംഗ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കേണ്ടത്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ക്ലൈമറ്റിന്റെ ഇഷ്യൂലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആം, പക്ഷേ പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പേഴ്സണലി തോന്നുന്നത് മെന്റൽ ഹെൽത്ത് ക്രൈസിസും കൂടിയാണ്. മെന്റൽ ഹെൽത്ത് ക്രൈസിസിൽ ഇപ്പോൾ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. പെട്ടെന്ന് സ്റ്റെപ്സ് എടുക്കണം. പക്ഷേ ഈ 2 ഇഷ്യൂവിനകത്തും ആനന്ദ് പറഞ്ഞ പോയിന്റിലൂടെ തിരിച്ചു വരാം. 2 ഇഷ്യൂവിനകത്തും ഇപ്പോൾ ക്ലൈമറ്റിനെ പറ്റി നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ക്ലൈമറ്റിനെ സംരക്ഷിക്കുക, ട്രീസ് സംരക്ഷിക്കുക, ആനിമൽസിനെ സംരക്ഷിക്കുക, ബാക്കിയുള്ള സ്പീഷീസിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റഡ് സ്പീഷീസ്, വൾനറബിൾ സ്പീഷീസ്, എക്സ്ട്രീം സ്പീഷീസിനെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇതൊക്കെ ഹിസ്റ്റോറിക്കലി നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. ആസ് എ സ്പീഷീസ് ബാക്കിയുള്ള സ്പീഷീസിനെല്ലാം കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കൾച്ചർ. റൈറ്റ്. ബാക്കിയുള്ള സ്പീഷീസിൻ്റെ കൾച്ചർ അതായിരുന്നു. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി നമ്മളത് ചിന്തിച്ചു തുടങ്ങി, വിച്ച് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. രണ്ടാമത് ഈവൻ മെന്റൽ ഹെൽത്തിന്റെ കേസിലും മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ഭയങ്കര വലുതാണ്, ഇപ്പം ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരുപക്ഷെ മുമ്പ് നമ്മൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഐഡിയാസ് ഇല്ലായിരുന്നു. ഫാദർ ഓഫ് സൈക്കോളജി ഫ്രോയിഡ് വന്നിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അപ്പം ആ ഫീൽഡ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ക്രൈം റേറ്റ് ഭയങ്കര ഹൈ ആന്ന് പറയുന്ന പോലെ ഇന്ത്യയിലെ ക്രൈം റേറ്റ് കൂടിയ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ക്രൈം റേറ്റ് ആണ് ഭയങ്കര ഹൈ. അതിന്റെ കാരണം കേരളത്തിൽ ആക്ച്വലി ക്രൈം റേറ്റ് കൂടുതലായതുകൊണ്ടല്ല, ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. റൈറ്റ്. അതുപോലെയാണ് മെന്റൽ ഹെൽത്ത് ക്രൈസിസിന്റെ റീസൺ ഒരുപക്ഷെ അതായിരിക്കാം. റൈറ്റ്. മെന്റൽ ഹെൽത്തിനെ പറ്റി നമ്മൾ കൂടുതൽ അവെയർ ആയതുകൊണ്ട് അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടായിരിക്കാം. സോ ഓൾദോ മെന്റൽ ഹെൽത്ത് ക്രൈസിസും ക്ലൈമറ്റ് ചേഞ്ചും ഒരു അലാർമിംഗ് ഇഷ്യൂസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് താഴോട്ട് പോവുകയാണെന്ന് നമ്മൾ ചിന്തിച്ചാലും ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂടുന്നുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കലി ഇതിനെപ്പറ്റി അവയർനെസ് കുറവായിരുന്ന സമയത്ത് കൂടുന്നുണ്ട്. സോ അവിടെയും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഹോപ്പിനും ഒരു ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള പോയിന്റാണ്. യം. യെസ്. നമുക്ക് അടുത്ത ഐഡിയയിലോട്ട് പോയാലോ ആനന്ദ്? ഓക്കെ. ഓക്കെ. ആനന്ദ് പറയൂ. ആനന്ദിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഐഡിയ എന്നെ ഏതാണ്? ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക്, നമ്മൾ ലോകത്ത് നോക്കിക്കാണുന്ന ഒരു സാധനം എന്നുള്ളതാണ് ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നോളജ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് ഫസ്റ്റ് ഫ്രെയിം ചെയ്തത് ഫ്രെഡറിക് ഹായക്ക് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ആണ്. ഞാനപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചോദ്യം കൊണ്ട് തുടങ്ങാം. നമ്മളുടെ ചുറ്റുപാടുമുള്ള കമ്മ്യൂണിറ്റിയിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ബെസ്റ്റ് പ്ലേസ് ടു ബ്രിങ് ദാറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ആ മാറ്റം കൊണ്ടുവരാൻ ആരാണ് ഏറ്റവും നല്ലത്? അത് ഡൽഹിയിലിരിക്കുന്ന ഒരു മിനിസ്റ്റർ ആണോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആണോ, അതോ നമ്മളുടെ അടുത്തേക്ക് ഒരു സർവേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കമ്മിറ്റി ആണോ, അതോ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണോ? സോനലിന്റെ അഭിപ്രായം എന്താണ്? ഉഹും. എനിക്ക് എൻ്റെ അഭിപ്രായം, നാച്ചുറലി എൻ്റെ അഭിപ്രായം ഗവൺമെന്റ് ആണെന്നാണ് ഞാൻ പറയാ. പക്ഷെ എനിക്കിപ്പം ഇപ്പത്തെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് യാ എന്നാണ് എനിക്ക് യാ തോന്നുന്നത്. എൻ്റെ പ്രശ്നം ഏറ്റവും നന്നായിട്ട് എനിക്കാണ് അറിയുക. അത് സോൾവ് ചെയ്യാൻ ഞാനായിരിക്കും ഏറ്റവും ബെസ്റ്റ് യാ എന്നാണ് എനിക്കിപ്പം അപ്പോൾ എൻ്റെ ഞാൻ അഭിപ്രായം. ഈ ചോദ്യം ഫ്രെയിം ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് അഭിനന്ദൻ സെക്രി എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആള് പറഞ്ഞൊരു എങ്ങനെ ന്യൂസ് ലോണ്ടറിയുടെ അതെ അതെ യാ ന്യൂസ് ന്യൂസ് ലോണ്ടറിയിലെ ലോണ്ടറിലെ ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ യാ അഭിനന്ദൻ യാ സേക്രി പറഞ്ഞൊരു യാ യാ കഥയുണ്ട്. അതായത് പുള്ളി നോർത്ത് ഈസ്റ്റിലെ ഒരു ട്രൈബൽ ഗ്രാമത്തിൽ പോയിട്ട് അവിടെയുള്ളവർക്ക് എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പുള്ളിയുടെ ടീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഭയങ്കര ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അവിടെ പോയപ്പോൾ ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ചിലപ്പോൾ വേണമെന്ന് പറയും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വേണമെന്ന് പറയും. ഇൻട്രസ്റ്റിംഗ്ലി ഇങ്ങനത്തെ ഒരു കാര്യമല്ല ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവരോട് പറഞ്ഞത്. അവര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മൂവി തിയേറ്റർ വേണമെന്നുള്ളതാണ്. കാരണം അതിനൊരു ഇൻട്രസ്റ്റിംഗ് റീസണും ഉണ്ട്. ഇവര് അവിടെയുള്ള യൂത്ത് ഒക്കെ രാത്രി കുറെ ദൂരമൊക്കെ പോയിട്ടാണ് ഒരു സിനിമ കാണുന്നതും. അപ്പൊ രാത്രി സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള
റോഡ്സ് ഒക്കെയാണ്. അത്ര നല്ല റോഡ് ഫെസിലിറ്റീസ് അല്ല. ഇപ്പൊ രാത്രി വഴിയിൽ കൂടെ വരുമ്പോ ആക്സിഡന്റ്സ് ഒക്കെ കുറെ ഉണ്ടാവുന്നുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ മരണപ്പെടുന്ന കേസസും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവരുടെ ഡിമാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെ ഒരു മൂവി തിയേറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരില്ല. അതൊക്കെ കാരണമാണ് അവര് മൂവി തിയേറ്റർ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു പോളിസി ആൾക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനും ഇതൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രാമത്തില് മൂവി തിയേറ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്ന് ഒരാൾക്കും ഒരു സർവേ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അപ്പോ ഇതാണ് ഈ നോളഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആഹ്, ഒരിക്കലും ഒരു സെൻട്രലി പ്ലാൻ ചെയ്യുന്ന ഒരു സാധനത്തിന് ഒരു ഡൽഹിയിൽ ഇരിക്കുന്ന ഗവൺമെന്റിനോ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഗവൺമെന്റിനോ ഒരിക്കലും എനിക്കെന്താണ് അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ആ നോളഡ്ജ് എന്റെ ഉള്ളിലും എന്റെ സൊസൈറ്റിയുടെ ഉള്ളിലും ഡിഫറെന്റ് ആൾക്കാരുടെ ഉള്ളിലും ഒക്കെ കിടക്കുന്ന ഒരു നോളജ് ആണ്. അപ്പോ ഇത് ഹായക്ക് ആക്ച്വലി പറഞ്ഞത് നോളജ് ഇസ് ഡിസ്പേഴ്സ്ഡ് അമങ് പീപ്പിൾ എന്നുള്ളതാണ്. അതായത് സെൻട്രലി അവൈലബിൾ ആയിട്ടല്ല നോളജ് ഉള്ളത്. എത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും ഗവൺമെന്റിന് നമ്മൾക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ആൾക്കാർക്കും എന്താണ് വേണ്ടത് എന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഏഹ്, ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമിസ്റ്റ് ഫ്രെഡറിക് ഹായ്ക്ക് ഇത് പറയാനുള്ള കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആഹ്, പല ഗവൺമെന്റ്സും ആക്ച്വലി വിചാരിച്ചത് അവർക്ക് ഈ നോളജ് ഒക്കെ എടുത്തിട്ട് ഓരോ ആൾക്കാർക്കും വേണ്ട രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്ലാനുകൾ ഉണ്ടാക്കാം. എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ്സ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഈ 5 ഇയർ പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്, ഓരോ ഓരോ 5 കൊല്ലത്തേക്കും എന്തൊക്കെയാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറെ പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ഗവൺമെന്റ് വർക്ക് ചെയ്തത്. അതിനനുസരിച്ചിട്ടാണ് എക്കണോമി വർക്ക് ചെയ്തത്. ഓരോ 5 കൊല്ലം ഏത് ഇൻഡസ്ട്രിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ടത്, ആ ഇൻഡസ്ട്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുക, ആ ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജ് പ്രോബ്ലം ആണ്. അതായത് ഒരു പ്ലാനിംഗ് ഓർഗനൈസേഷന് സെൻട്രലായിട്ട് ഇപ്പൊ ഗവൺമെന്റുകൾക്കോ ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കുന്നവർക്കോ എല്ലാ നോളജും ഇല്ല. എല്ലാവർക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോ അവർക്ക് ഇങ്ങനത്തെ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്ലാൻ ആണോ? അല്ലെങ്കിൽ എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന പ്ലാൻ ആണോ അവരുണ്ടാക്കുക? അതോ അവർക്ക് തോന്നുന്ന കുറച്ച് ഐഡിയാസ് കൊണ്ടാണോ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലുള്ള മെയിൻ ചോദ്യം. അപ്പോ അഗെയിൻ നമ്മൾ ആ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു 5 ഇയർ പ്ലാൻ ആ ട്രൈബൽ ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഈ മൂവി തിയേറ്റർ എന്തായാലും ഗവൺമെന്റ് അവിടെ കൊണ്ടുവരാൻ സാധ്യതയില്ല. അപ്പോ ഇങ്ങനത്തെ പ്ലാൻഡ് ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, അതിന് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കാണിക്കുന്നതാണ് ഈ നോളജ് പ്രോബ്ലം എന്ന് പറയുന്നത്. യാ. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. ഇതിനകത്ത് എനിക്ക് ആനന്ദിനോട് 2 ക്വസ്റ്റൻ ഉണ്ട്. ഒന്ന്, ഇപ്പം നമ്മുടെ ഈ അഭിനന്ദൻ സീക്കറി പറഞ്ഞ ഈ വില്ലേജിന്റെ എക്സാമ്പിളില് ഫോർ എക്സാമ്പിൾ, അപ്പം അവിടെ ആം, അവിടെ വേണമെങ്കിൽ ഇപ്പം ഗവൺമെന്റ് ഒരു സർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റി അവിടുത്തെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ കുറച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി റിസർച്ചേഴ്സിനെ വിടുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ഗവൺമെന്റിന് കിട്ടാനും ചിലപ്പോൾ അവിടെ ഒരു മൂവി തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യാനും ഗവൺമെന്റിന് പറ്റൂലേ? അപ്പം ഗവൺമെന്റ് ഒരുപക്ഷേ ഗവൺമെന്റിന് സെൻട്രലി ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റ് കുറേ സർവേ ഒക്കെ ചെയ്ത് ആൾക്കാരുടെ പുറകെ പോയി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് അത് മനസ്സിലാവൂലേ? അപ്പം അങ്ങനെ ചെയ്യുന്നതാണോ സൊല്യൂഷൻ? 1, അതാണ് ഒരു ക്വസ്റ്റ്യൻ. 2, ആനന്ദിന് ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ആനന്ദിന്റെ വർക്കില്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയി തോന്നാനുള്ള കാരണം എന്നും കൂടി ഒന്ന് പറയാമോ? അഗെയിൻ അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. കാരണം ഗവൺമെന്റ് വേണമെങ്കിൽ ഓരോ ആൾക്കാർക്കും എന്താണ് വേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ സർവേയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമ്മളിപ്പോ ഒരു ചെറിയ ട്രൈബൽ ഗ്രാമത്തിലാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്ത്യ പോലത്തെ ഒരു വലിയ കൺട്രിയിൽ ഓരോ ആൾക്കാരോടും എന്താണ് വേണ്ടതെന്ന് പോയിട്ട് ചോദിക്കണമെങ്കിൽ അതൊരു വലിയ ടാസ്ക് ആണ്. വലിയ എഫേർട്ട് വേണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് ഇപ്പൊ എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് അർജന്റ് ആയിട്ട് 5 കൊല്ലത്തിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു സോൾഡ് ആയിട്ടുള്ള ആൻസറോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ക്യാപ്ചർ ചെയ്യാനും ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇന്നത്തെ എന്റെ ആഗ്രഹങ്ങളായിരിക്കില്ല നാളെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ട് നിൽക്കുന്ന ആഗ്രഹങ്ങളാണ് എന്റേത്. പിന്നെ ചിലപ്പോൾ അത് നമ്മൾ ഒരാൾ സർവേ എടുക്കുകയാണെങ്കിൽ അഗെയിൻ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് എത്ര സർവേസ് വേണ്ടിവരും? എത്ര പേരെ പോയി കാണേണ്ടി വരും? എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ സെൻട്രലി
ഉം. കളക്ട് ചെയ്യാൻ പറ്റുക എല്ലാവരുടെ ആവശ്യങ്ങളും, അതിനനുസരിച്ച് എങ്ങനെ പോളിസീസ് ഉണ്ടാക്കാൻ പറ്റും? അതൊക്കെ ചോദ്യമാണ്. അതൊക്കെയാണ് ഈ നോളഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്യാനും അതിനെക്കൊണ്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാനൊക്കെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. യാഹ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് സോനല് എന്തായിരുന്നു? അത് ഓക്കെ. വിട്ടുപോയി. നിനക്ക് പേഴ്സണലായിട്ട് എങ്ങനെയാണ് ഇതെന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു അതിന് ഐഡിയ കുറെ ആയിട്ട് തോന്നാൻ ഫാക്ടേഴ്സ് കാരണം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഫീൽഡും പബ്ലിക് പോളിസി ഫീൽഡാണ്. നമ്മള് എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗവൺമെന്റ് ആക്ട് ചെയ്യണം? അപ്പോ ആഹ്, അതിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം, ഗവൺമെന്റ് പല പോളിസീസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും ആൾക്കാര് ഡിമാൻഡ് ചെയ്യുന്നതാണോ? ആൾക്കാരുടെ ആഗ്രഹങ്ങൾ നോക്കിയിട്ടാണോ? ആൾക്കാർക്ക് വേണ്ട രീതിയിലാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാനിപ്പോ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാലം അട്ടപ്പാടിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോ അട്ടപ്പാടി ഈ കേരളത്തിലുള്ള ഒരു ട്രൈബൽ സ്ഥലമാണ്. അപ്പോ അവിടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടാണോ അവരുടെ ശരിക്കുള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ പോളിസീസ് കൊണ്ടുവരുന്നത്? ഇപ്പോ കേരളത്തിൽ ഇപ്പോഴും ആൽക്കഹോൾ ബാൻ ഉള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അപ്പോ അവിടെയുള്ളവർക്ക് ആൽക്കഹോളിസം ഒരു പ്രശ്നമായത് കൊണ്ടായിരിക്കാം ഗവൺമെന്റ് അത് കൊണ്ടുവന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ആൾക്കാരുടെ ആ അഡിക്ഷൻ ടു ആൽക്കഹോൾ മാറുന്നില്ല. അവര് അപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ആൽക്കഹോൾ കളക്ട് ചെയ്യുന്നവരുണ്ട്. ഇല്ലീഗലായിട്ട് ബ്രൂ ചെയ്യുന്നവരുണ്ട്. അപ്പോ ആ ആൾക്കാരുടെ ഇത് മനസ്സിലാക്കാതെ ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ ആ നോളഡ്ജ് ഇല്ലാതെ പോളിസി കൊണ്ടുവരുമ്പോ, ആൾക്കാർക്ക് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പോവാം എന്നുള്ളൊരു നോളഡ്ജ് ഉണ്ട്. ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബ്രൂ ചെയ്യാം എന്നുള്ളൊരു നോളഡ്ജ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെ ഗവൺമെന്റ് പോളിസീസ് ഉം. കൊണ്ടുവരുമ്പോ ഉണ്ടാവുന്ന കുറെ ഫെയിലിയേഴ്സും ഒക്കെ നമ്മൾ ഡേ ടു ഡേ ഇതിൽ കാണുന്നുണ്ട്. അപ്പോ അതാണ് എനിക്ക് തോന്നുന്നത്. യാഹ്. എന്തായാലും നമുക്ക് അടുത്ത ഐഡിയയിലേക്ക് പോവാം. ഓക്കെ. സോനൽ പറയൂ. എൻ്റെ അടുത്ത ഐഡിയ അതിന് ഞാൻ വിളിക്കുന്നത് ഒരു ഫ്രെയിംവർക്കാണ്. സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്കാണ്. റൈറ്റ്. അപ്പം ഈ ഫ്രെയിംവർക്ക് ഞാൻ ആദ്യം ഈ സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റിയുടെ ഫ്രെയിംവർക്ക് കേൾക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ തക്ഷശില എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരൊരു തിങ്ക് ടാങ്ക് ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫോർമോസ്റ്റ് തിങ്ക് ടാങ്ക്സ് ആണ്. അതിനകത്തുള്ള പ്രണയ് കൊട്ടസ്ഥാനെ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടൊരു പബ്ലിക് പോളിസി തിങ്കർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. ആൻറ്റിസിപ്പേറ്റിംഗ് ദി അൺഇന്റൻഡഡ് എന്നാണ് ഈ ന്യൂസ് ലെറ്ററിൻ്റെ പേര്. ആർക്കെങ്കിലും ഞങ്ങളിതിൻ്റെ ലിങ്കും ഷോ നോട്ട്സിലിടാം. എന്നെയും ഞങ്ങളെയൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ന്യൂസ് ലെറ്ററാണ്. എല്ലാ സൺഡേയും വളരെ റെഗുലർലി എത്രയോ വർഷങ്ങളായിട്ട് എഴുതുന്ന ഒരു പുള്ളിയാണ്. അപ്പം പുള്ളിയുടെ ഐഡിയാസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ കിട്ടുന്നത്. ആം, ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ചിന്തിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആണ് ഏറ്റവും സെൻറ്ററിലുള്ള വ്യക്തി. റൈറ്റ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് ആസ് ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് റൈറ്റ്സ് കിട്ടുന്ന ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് എല്ലാ ആണുങ്ങൾക്കും ഒരു വോട്ട്, അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ഒരു വോട്ട്, അല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വോട്ട്, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു വോട്ട്, അങ്ങനെ കമ്മ്യൂണിറ്റീസ് ആയിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. റൈറ്റ്. അതിൻ്റെ കാരണം ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും എന്ന് അത് അത് റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലിനും വോട്ട്സ് കൊടുക്കുന്നത്. റൈറ്റ്. അതേപോലെ ഓരോ ഇൻഡിവിജ്വൽസിനാണ് റൈറ്റ്സ് കൊടുക്കുന്നത്. റൈറ്റ്. ആം, അപ്പം എനിക്ക് ഇഷ്ടമുള്ള ആളെ എനിക്ക് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് സംസാരിക്കാം. ഇപ്പോൾ റൈറ്റ് ടു സ്പീച്ച്, അല്ലെങ്കിൽ റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു ലൈഫ്, ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽസിനാണ് കൊടുക്കുന്നത്. റൈറ്റ്. അപ്പം ഇൻഡിവിജ്വലാണ് ഏറ്റവും സെൻട്രലിലുള്ള ഒരു കമ്പോണൻറ്റ്. പക്ഷേ ഇൻഡിവിജ്വലി ഇൻട്രാക്ട് ചെയ്യുന്ന വേറെ 3 ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈ 3 ആക്ടേഴ്സിനുള്ളിലിടാം. അതൊന്ന് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസ്ഥാനം എന്നുള്ള രീതിയിലല്ല. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് മെഷീനറി. റൈറ്റ്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ആവാം, ബ്യൂറോക്രസി ആവാം, കോർട്ട് സിസ്റ്റങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റർ ആവാം, അസംബ്ലി ആവാം, പാർലമെന്റ് ആവാം, എല്ലാം. റൈറ്റ്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും. സ്റ്റേറ്റ് ഉണ്ട് ഒരു സൈഡിൽ. വേറെ സൈഡിൽ മാർക്കറ്റ്സ് ഉണ്ട്. മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ മാർക്കറ്റ്സ് എന്ന് ജനറലി വിളിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ബിസിനസ്സുകളാവാം, നമ്മൾ ഹയർ ചെയ്യുന്ന വർക്കേഴ്സ് ആവാം, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളാവാം, ഇതെല്ലാം മാർക്കറ്റ്സിൽ വരുന്നതാണ്. റൈറ്റ്. സ്റ്റാർട്ടപ്സ് ആവാം, ഓൺടർപ്രണർഷിപ്സുകളാവാം, ഇതെല്ലാം മാർക്കറ്റ്സ് ആണ്. റൈറ്റ്. തേർഡ് വൺ സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ നമുക്കൊരു ബിലോങ്ങിങ്നെസ് ഫീൽ ചെയ്യുന്ന ഏരിയാസ് ഉണ്ടോ അതെല്ലാം സൊസൈറ്റിയാണ്. നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പ്സ് ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് സൊസൈറ്റി, ചേർച്ച്, ടെമ്പിൾസ്, മോസ്ക്സ്, ഇതെല്ലാം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് സൊസൈറ്റിയാണ്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് സൊസൈറ്റിയാണ്. നമ്മുടെ ഹൗസിംഗ് കോളനി ഗ്രൂപ്പ് സൊസൈറ്റിയാണ്. എവിടെയൊക്കെ നമുക്കൊരു ബിലോങ്ങിങ്നെസ് കമ്മ്യൂണിറ്റി കിട്ടുന്നത് സൊസൈറ്റിയാണ്. നൗ
ഈ 3 ആക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്, ഒന്ന് മാർക്കറ്റ്സ്, ഒന്ന് സൊസൈറ്റി. 3 ആക്ടേഴ്സും ഡിഫറന്റ് ആണ് അല്ലേ? അപ്പം അപ്പം ഇതെനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഇഷ്യൂവും എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ പബ്ലിക് പോളിസിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടും, അല്ലെങ്കിൽ സോഷ്യലി കോൺഷ്യസ് ആയ ആൾക്കാർ പത്രം വായിക്കുന്ന ആരാണെങ്കിലും, നമ്മൾ ഓരോ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും ആം, ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് വന്നൊരു ഫ്രെയിം വർക്കാണിത്, റൈറ്റ്? എല്ലാ പ്രശ്നങ്ങളിനകത്തും, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കലി നോക്കുന്ന എല്ലാ വിഷയങ്ങളിനകത്തും സ്റ്റേറ്റിനൊരു റോളുണ്ട്, മാർക്കറ്റിനൊരു റോളുണ്ട്, സൊസൈറ്റിക്ക് ഒരു റോളുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ 3 പേരുടെയും റോളുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ എന്നെ ഇത് സഹായിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഇത് വരാൻ കാരണം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പം, ഇപ്പം നമുക്കിപ്പോൾ ഒരു പറയാം, ഇപ്പം നമ്മൾ നടക്കുന്നൊരു വിഷയം, ആഹ്, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം എഡ്യൂക്കേഷനകത്ത് ഇപ്പം ഒരു ഒരു സ്കൂളില്, ഒരു ഏരിയനകത്ത്, ഒരു സ്കൂളിനകത്ത് സ്റ്റുഡൻസ് ഭയങ്കര കുറവാണ്. അപ്പം ആ സ്കൂൾ അടച്ചുപൂട്ടണോ വേണ്ടയോ എന്നൊരു ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പം ന്യൂസിനകത്ത് ആ കോൺവെർസേഷൻ വന്നു. ആ സ്കൂൾ, ഒരു ഏരിയനകത്തൊരു സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ ഗവൺമെൻറ് സ്കൂളിൽ വളരെയധികം കുറച്ച് പേരാണ് വരുന്നത്. അപ്പം അവിടെ ആ സ്കൂൾ അടച്ചുപൂട്ടണോ വേണ്ടയോ എന്നൊരു കോൺവെർസേഷനാണ് ഇപ്പോൾ ന്യൂസിൽ വരുന്നതെന്ന് വിചാരിക്കാം, റൈറ്റ്? അപ്പം ആ ഒരു എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതിനകത്ത് സ്റ്റേറ്റിനൊരു റോളുണ്ട്, മാർക്കറ്റ്സിനൊരു റോളുണ്ട്, സൊസൈറ്റിക്കൊരു റോളുണ്ട്, റൈറ്റ്? അപ്പം സ്റ്റേറ്റിൻ്റെ റോള് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിനകത്ത് സ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ സിലബസുകൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റാണ്. ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ NCERT എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിലബസ്, ടെക്സ്റ്റ് ബുക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റേറ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ക്ലാസ് റൂമിന് എത്ര വലിപ്പം വേണം, ഹൈറ്റ് വേണം, എത്ര ബെഞ്ചസ് വേണം, ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ എന്തായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ റോളാണ്, റൈറ്റ്? നമ്മളിനി മാർക്കറ്റ്സിൻ്റെ റോൾ എടുക്കുകയാണെങ്കിൽ, അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ്, പൊതുവേ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു വർക്കാണ്, റൈറ്റ്? അവിടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഒരു ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. ഇനി ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ ഫീസ് ഇല്ല, ശരിയാണ്. പക്ഷേ ഒരു ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ടീച്ചേഴ്സിന് ഗവൺമെൻറ് പേ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസ് ഡയറക്റ്റ്ലി ഫീസ് പേ ചെയ്യുന്നില്ലെങ്കിലും, ടീച്ചേഴ്സിനുള്ള ശമ്പളം ടാക്സ് പേയറിൻ്റെ മണിയിൽ നിന്ന് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. തേർഡ്, സൊസൈറ്റിക്ക് ഒരു റോളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകണം എന്നുള്ളത്, ആ ഒരു നമുക്ക് എഡ്യൂക്കേഷൻ നല്ലതാണ്, എന്തോ കുട്ടികൾ പഠിക്കണം, ഇത്ര ക്ലാസ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. ഇപ്പം പെൺകുട്ടികൾ സ്കൂളിൽ പോകണോ വേണ്ടയോ, പണ്ടൊന്നും പോവില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താ, ഏത് കമ്മ്യൂണിറ്റി നിന്നുള്ളവരാണ് പോകേണ്ടത്, ഏത് സ്കൂളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയാണ് ഒരു രീതി തീരുമാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സൊസൈറ്റൽ പ്രഷർ, ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും. ചില ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൻ്റെ പിള്ളേരെ വിടണം, അതൊരു സൊസൈറ്റൽ പ്രഷറാണ്. അല്ലെങ്കിൽ ബോയ്സ് സ്കൂളിൽ മാത്രം എൻ്റെ പിള്ളേരെ വിടണം, ഗേൾസ് സ്കൂളിൽ മാത്രം പിള്ളേരെ വിടണം എന്നൊക്കെ ചിന്തിക്കുന്നത് സൊസൈറ്റൽ പ്രഷറാണ്, റൈറ്റ്? അപ്പം ഇതൊക്കെ, ആം, അപ്പം ഈ 3 ആക്ടേഴ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ, റൈറ്റ്? അപ്പം ഈ ഇഷ്യൂവിനെ അനലൈസ് ചെയ്യാൻ ഈ സ്റ്റേറ്റ്, മാർക്കറ്റ്, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിലൂടെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 ആക്ടേഴ്സിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം, റൈറ്റ്? അപ്പോൾ സ്റ്റേറ്റ് എടുക്കുകയാണ്. സ്റ്റേറ്റ് എന്ത് ചെയ്യാനാണ് സ്റ്റേറ്റ് നല്ലത്, എന്ത് ചെയ്യാനാണ് സ്റ്റേറ്റ് നല്ലതല്ല എന്ന് ചിന്തിക്കുന്നതാണ് ഇതിനകത്ത് ഫണ്ടമെന്റൽ കാര്യം, റൈറ്റ്? അതായത്, ഇപ്പം ഓരോ ആക്ടറിനെ നമ്മൾ എടുക്കുമ്പോൾ, വാട്ട് ഈസ് ദാറ്റ് ആക്ടർ ഗുഡ് അറ്റ്, എന്തിലാണ് ആ ആക്ടർ ഗുഡ് ആയിട്ടുള്ളത്, എന്തിനാണ് ആ ആക്ടർ നോട്ട് ഗുഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം, റൈറ്റ്? ഇപ്പോൾ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ഫണ്ടമെന്റൽ റോള് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, സൊസൈറ്റിയിൽ ഒരു ഓർഡർ, ഒരു പീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ ഫണ്ടമെന്റൽ റോള്. അതായത്, നമ്മളിപ്പം ഞാനിപ്പം എനിക്ക് കുറച്ച് പൈസയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ട്, പൈസയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് വേറൊരാൾ വന്ന് ഇതെല്ലാം കുത്തിപ്പൊളിച്ച് എൻ്റെ പൈസ കട്ടുകൊണ്ട് പോകുന്നില്ല, റൈറ്റ്? അത് കാരണം അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഉള്ളതുകൊണ്ടാണ്. അത് സ്റ്റേറ്റാണ് എൻഷുർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലാം, അപ്പം അങ്ങനെ എൻ്റെ പൈസ എനിക്ക് സെക്യൂർ ആണ്, സേഫ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നാളെയും പോയി ജോലി ചെയ്ത് ആ പൈസ ഉണ്ടാക്കാൻ എനിക്ക് മോട്ടിവേഷൻ ഉള്ളത്, റൈറ്റ്? ഇപ്പം ഞാനൊരു സിവിൽ വാറും നടക്കുന്നത്, ഇപ്പോൾ യമനിലോ അല്ലെങ്കിൽ സിറിയയിലോ ഒക്കെ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്ക് നാളെ ജോലിക്ക് പോകാനൊരു മോട്ടിവേഷനും ഇല്ല. കാരണം ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വീട്ടിൽ വെക്കുന്ന പൈസ ചിലപ്പോൾ നാളെ വല്ലവരും വന്ന് കട്ടുകൊണ്ട് പോവുകയോ വെടിവെക്കുകയോ ബോംബ് വീഴുകയോ ഒക്കെ ചെയ്യാൻ എനിക്ക് തോന്നും, റൈറ്റ്? പക്ഷേ അപ്പോൾ അവിടെ ഒരു ഓർഡർ എസ്റ്റാബ്ലിഷ് എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ മെയിൻ പർപ്പസ്, റൈറ്റ്? അല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ പർപ്പസ്. അപ്പം ഇതിലാണ് സ്റ്റേറ്റ് ഏറ്റവും ബെസ്റ്റ്, റൈറ്റ്? അപ്പോൾ ഒരു ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആൾക്കാരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റേറ്റ് ബെസ്റ്റ് അല്ലാത്ത ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഒന്നിലും സ്റ്റേറ്റ് ബെസ്റ്റ് അല്ല, റൈറ്റ്? നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ റൺ ചെയ്യാനോ ഹെൽത്ത് റൺ ചെയ്യാനോ വേറെ ഒന്നിലും സ്റ്റേറ്റ് അടിപൊളിയല്ല. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് സ്കൂളുകളെല്ലാം മോശമാണ്, റൈറ്റ്? ഏറ്റവും നന്നായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്കൂളുകളുള്ള സ്റ്റേറ്റ് ഇന്ത്യയിലുള്ള സംസ്ഥാനം കേരളമാണ്, റൈറ്റ്? അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, റിലേറ്റീവ്ലി മോശമാണ്. അപ്പം സ്റ്റേറ്റിൻ്റെ മെയിൻ ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ്. മാർക്കറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ അല്ല, നമുക്ക് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തന്നെ, അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഇഷ്യൂവിനകത്ത്, ഇപ്പോൾ സ്കൂൾ അടച്ചു പൂട്ടണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പിള്ളേർ അധികം വരുന്നില്ല, സ്കൂൾ അടച്ചു പൂട്ടണോ വേണ്ടയോ. അപ്പോൾ സ്റ്റേറ്റിന് ഇതിനകത്ത് എന്ത് ചെയ്യാം നമുക്ക് ചിന്തിക്കാം, റൈറ്റ്?
അപ്പം ഇവിടെ സ്റ്റേറ്റിന്റെ റോള് സ്റ്റേറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആൾക്കാരുടെ ഓർഡർ കീപ്പ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഓർഡർ കീപ്പ് ചെയ്യുക. ആൾക്കാരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് സ്റ്റേറ്റിന്റെ റോള്. ഇവിടെ ആൾക്കാരുടെ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ന് നമുക്ക് ചിന്തിക്കാം ഈ ഒരു ഇഷ്യൂവിനകത്ത്. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓർഡറിന്റെ പ്രശ്നമൊന്നുമില്ല. റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റേറ്റ് അത് അടച്ചു പൂട്ടണോ വേണ്ടയോ? വേണ്ടാന്നാണ്. അതിനകത്ത് സ്റ്റേറ്റിനൊന്നും ചെയ്യാനില്ല. ഗവൺമെന്റിന് ആ വിഷയത്തിലൊന്നും ചെയ്യാനില്ല. റൈറ്റ്. അടുത്ത വിഷയം മാർക്കറ്റ്സ് ആണ്. റൈറ്റ്. മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഏരിയാസ് ആണ്. അപ്പം മാർക്കറ്റ്സിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റിയും ആൾക്കാരുടെ ഇന്നൊവേഷനും വേണ്ടി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം നമ്മളെല്ലാം അധ്വാനിക്കുന്നതും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം പൈസ ഉണ്ടാക്കാനും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. നമ്മുടെ പാഷനെല്ലാം നമ്മൾ ചാനൽ ചെയ്യുന്നത് ആ പാഷനിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഗുണം ഉണ്ടായിരിക്കണം. റൈറ്റ്. എല്ലാവരും ഫിനാൻഷ്യൽ ഗുണം മാത്രം നോക്കിയിട്ടല്ല. പക്ഷേ എന്തെങ്കിലും രീതിയിലൊരു ട്രാൻസാക്ഷൻ നമുക്കവിടെ നടന്നിരിക്കണം. റെക്കഗ്നിഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മണി ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ നടക്കണം. നമ്മൾ എന്തെങ്കിലും സാധനം ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ. മാർക്കറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷനും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാർക്കറ്റ്സ് ഈസ് നോട്ട് ഗുഡ് ഇൻ എന്താ പറയുക ആൾക്കാരുടെ ഈക്വിറ്റിയോ ഇമോഷൻസോ ഇതിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ മാർക്കറ്റ്സ് നല്ലതല്ല. മാർക്കറ്റ് ആൾക്കാരുടെ ഈക്വാലിറ്റിയോ ഡിസ്ക്രിമിനേഷനോ ഇതിനൊന്നും മാർക്കറ്റ്സ് നോക്കുന്നില്ല. മാർക്കറ്റ്സ് വളരെ കട്ട് ത്രോട്ടാണ്. ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷനെ മാത്രമേ അവർ റെസ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ മാർക്കറ്റ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഈ സ്കൂള് പൂട്ടിപ്പോകുന്ന ഇഷ്യൂവിനകത്ത് മാർക്കറ്റ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റൈറ്റ്. അവിടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ആ സ്കൂള് പൂട്ടിപ്പോകാൻ കാരണം അധികം പിള്ളേർ അവിടെ പഠിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് ആ സ്കൂള് പ്രോഫിറ്റബിൾ അല്ല. അതുകൊണ്ടാണ് ആ സ്കൂളിൽ പൂട്ടിപ്പോകാനെന്ന് ചിന്തിക്കുന്നത്. റൈറ്റ്. അപ്പം അവിടെ മാർക്കറ്റ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്റ്റുഡൻസിന്റെ ഫീസ് കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്കവിടെ പഠിക്കാൻ പറ്റുമോ? ആ ഫീസ് കൂട്ടുന്ന പൈസ കൊടുക്കാൻ സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ മാർക്കറ്റ്സിന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. റൈറ്റ്. അപ്പം അതാണ് അവിടുത്തെ കുറച്ച് റെലവൻ്റ് ആയ ചോദ്യങ്ങൾ. തേർഡ് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് ബിലോങ്ങിങ്നെസ് ഉണ്ടോ അതിനാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. നൗ സൊസൈറ്റിയുടെ കേസിൽ ആം, സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി വാട്ട് ഇസ് സൊസൈറ്റി ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിലോങ്ങിങ്നെസ് നമ്മുടെ ട്രൈബലിസം അതൊക്കെ നമുക്കൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഇൻഡിവിജ്വൽസ് ആണ്, നമുക്ക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്, ഇൻഡിവിജ്വൽ വോട്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്സും പിയർ ഗ്രൂപ്പും എന്നുള്ളത് നമുക്ക് ഇൻഡിവിജ്വലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമ്മൾ എവല്യൂഷണറിലി നമ്മൾ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വേണം. അപ്പം പക്ഷേ സൊസൈറ്റി എപ്പോഴും വളരെയധികം എന്താ പറയുക ഗ്രൂപ്പിസം പറയുന്നൊരു ടീമായി മാറാൻ സാധ്യതയുണ്ട്. അതാണ് സൊസൈറ്റിയുടെ ബാഡ് സൈഡ്. എപ്പോഴും മെജോറിറ്റേറിയൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും മെജോറിറ്റി ഉള്ള വോയിസ് എന്താണോ അവരുടെ വോയിസിനാണ് എപ്പോഴും വില. മൈനോറിറ്റി ആൾക്കാരുടെ വോയിസിന് വില ഉണ്ടാവത്തില്ല. അതാണ് സൊസൈറ്റിയുടെ ഒരു പ്രശ്നം. നൗ ഈ സൊസൈറ്റിക്ക് ഈ സ്കൂൾ പൂട്ടിപ്പോകുന്ന വിഷയത്തിനായിട്ട് റോൾ ഉണ്ടോ ഇല്ലയോ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ തോന്നുന്നു സൊസൈറ്റിക്ക് അതിനകത്ത് വലിയ റോളില്ല. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സൊസൈറ്റി മനസ്സിലാവുന്നുണ്ട്. സ്കൂൾ പൂട്ടിപ്പോകണോ എന്നുള്ള ചോദ്യം നടക്കുന്നുണ്ട്. അതിനകത്ത് സൊസൈറ്റിക്ക് വലിയ റോളില്ല. ഒരുപക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സൊസൈറ്റിക്ക് വേണമെങ്കിൽ ആ പിള്ളേർ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേർ പഠിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് കുറച്ചും കൂടി അവരുടെ ഫീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിള്ളേർക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കാൻ ഒക്കെ വേണമെങ്കിൽ സൊസൈറ്റിക്ക് ഒരു റോളായിട്ട് ചിന്തിക്കാം. അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഏത് ഇഷ്യൂ കാണുമ്പോഴും അതിനെ സ്റ്റേറ്റ്, മാർക്കറ്റ്, സൊസൈറ്റി ഈ 3 ആക്ടേഴ്സിൻ്റെ റോൾ എന്താണെന്ന് ചിന്തിക്കാൻ എന്നെ ഈ ഒരു ഐഡിയ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ എഴുതുമ്പോഴും അതിനെപ്പറ്റി എഴുതുമ്പോഴും ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈവൻ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റുഡൻസിനോട് പറയുമ്പോഴൊക്കെ സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്നുള്ള ഫ്രെയിം വർക്ക് ഉള്ളത് എനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. യാ അതാണ് ഞാൻ പറയാൻ ഇൻട്രസ്റ്റിംഗ് ഉദ്ദേശിച്ച ഒരു വരികയാണ് ഐഡിയ. നമ്മള് അപ്പോ സോനിൽ പറഞ്ഞ ഈ എക്സാമ്പിളിൽ തന്നെ ഇപ്പോ എഡ്യൂക്കേഷന്റെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പോ സോനിൽ തന്നെ പറഞ്ഞു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും സ്കൂൾസ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. കുട്ടികൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോ അവിടെ സ്കൂൾസ് നടത്തുന്നത് അപ്പൊ മാർക്കറ്റ് അല്ലേ കൂടുതൽ നല്ലോണം ചെയ്യാൻ സാധ്യത കമ്പയർ ടു ഗവൺമെന്റ്? കാരണം അതൊരു മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലേ? അപ്പോ നമുക്ക് പറയാൻ പറ്റുമോ ഗവൺമെന്റ് ഇനി മുതൽ സ്കൂൾ റൺ ചെയ്യിപ്പിക്കണ്ട, മാർക്കറ്റ് റൺ ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ? കാരണം ഗവൺമെന്റ് അതിൽ എഫിഷ്യന്റ് അല്ല എന്നൊക്കെ. യാ ഇതൊരു ആക്ച്വലി ലോങ്ങർ ഡിസ്കഷനാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് വെറുതെ ചിന്തിക്കുകയാണെങ്കിൽ സി ഫണ്ടമെന്റലി സ്റ്റേറ്റിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം പബ്ലിക് പോളിസി ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നവരാണ്. റൈറ്റ്. ഞാനിപ്പം ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. റൈറ്റ്. പക്ഷേ കുക്കിംഗ് എന്നുള്ളത്
എനിക്ക് ഏറ്റവും കഴിവുള്ള സാധനമല്ല. റൈറ്റ്? ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഏകദേശം എനിക്കും എന്നെ പരിചയമുള്ളവർക്കും എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യും. ആനന്ദ് കഴിച്ചിട്ടുള്ളതാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ബ ബ ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നുമല്ല. വലിയ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര വലിയ ഗസ്റ്റോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. റൈറ്റ്? ആം, അല്ലാതെ എന്റെ കുക്കിംഗ് കഴിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാനല്ല താല്പര്യം. പക്ഷേ അവരോട് ഒരു പോളിസി ഐഡിയ സംസാരിക്കണമെങ്കിൽ എനിക്ക് പറയാനും സംസാരിക്കാനും കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. കാരണം അതെനിക്ക് കുറച്ചും കൂടെ ഉള്ളൊരു ഏരിയ ആണ്. അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഞാൻ കൂടുതൽ സമയം പഠിക്കാനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പോളിസി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. റൈറ്റ്? ശ്രമിക്കുന്നത്. ഒരു നല്ല കുക്കായി മാറുക, അടിപൊളി കുക്കായി മാറുക എന്നുള്ള അല്ല. റൈറ്റ്? അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ എൻ്റെ ബെസ്റ്റ് എഫേർട്സ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് കുക്കിങ്ങിലാണോ അതോ പോളിസിയിലാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. റൈറ്റ്? ഇതിന് എക്കണോമിക്സിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. ബട്ട് നമുക്കത് ഇതിനെപ്പറ്റി കൂടുതൽ പിന്നെ സംസാരിക്കാം. അതേപോലെ തന്നെ ഒരു സ്കൂൾ റൺ ചെയ്യുക എന്നുള്ളത് ഒരു ട്രാൻസാക്ഷൻ ആണ്. റൈറ്റ്? അപ്പം സ്കൂളിൽ വെറുതെ വന്നല്ല ടീച്ചേഴ്സ് പഠിക്കുന്നത്. റൈറ്റ്? പഠിപ്പിക്കുന്നത്. അവർക്കൊരു ശമ്പളം വേണം. എന്നാലേ അവർ പഠിപ്പിക്കത്തുള്ളൂ. റൈറ്റ്? നൗ പല ടീച്ചേഴ്സ് അവരുടെ പാഷനും ആഗ്രഹവും സ്റ്റുഡൻസിനോടുള്ള സ്നേഹവും എല്ലാം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം എപ്പോഴും അവർക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ സ്നേഹത്തെയും അവരുടെ കമ്മിറ്റ്മെൻറ്റിനെയും വാല്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അവർക്ക് നമ്മൾ കൊടുക്കണം. and അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അപ്പം ആ പൈസയ്ക്ക് വേണ്ടിയാണ് അവർ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. സ്റ്റുഡൻസ് അവിടെ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. സ്റ്റുഡൻസ് ഡയറക്ട്ലി ഫീസ് കൊടുക്കുന്നില്ലെങ്കിലും ഗവൺമെൻറ് അവരുടെ ഫീസ് ടാക്സ് പേയേഴ്സിൻ്റെ പൈസ കൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. റൈറ്റ്? ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ. അപ്പം അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. റൈറ്റ്? ഇപ്പം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനും അതിനെ മാനേജ് ചെയ്യാനും ഏറ്റവും എഫിഷ്യൻ്റ്ലി അതിനെ ചെയ്യാനും എപ്പോഴും ഇപ്പം എനിക്ക് പബ്ലിക് പോളിസി കുക്കിങ്ങിനെക്കാട്ടും നല്ല ഏരിയ ഉള്ളതുപോലെ അത് ഗവൺമെന്റിനെക്കാട്ടും നന്നായി ചെയ്യാൻ മാർക്കറ്റ്സിനാണ് എപ്പോഴും പറ്റുക. റൈറ്റ്? അപ്പം അത് ബൈ ഡെഫിനിഷൻ അങ്ങനെയാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഒരു എൻറ്റിറ്റി ആയിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് സ്റ്റേറ്റ് എല്ലാം ഇന്നെല്ലാ സ്കൂളും അടച്ചുപൂട്ടി പോകണമെന്നോ ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചുപൂട്ടി പോകണമെന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അടച്ചുപൂട്ടി പോകണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആം, പക്ഷേ എപ്പോഴും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ എക്സാമ്പിളിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഏറ്റവും എഫിഷ്യൻ്റ് ആയ സ്കൂളുകൾ റൺ ചെയ്യാൻ എപ്പോഴും മാർക്കറ്റ്സിനാണ് പറ്റുക. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ അല്ലേ, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലാണ് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എത്രയോ അധികം. റൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിലാണ് ഏറ്റവും നല്ല ഗവൺമെൻറ് സ്കൂളുകളുള്ളത്. റൈറ്റ്? അപ്പോൾ കേരളത്തിലുള്ള അത്രയും നല്ല ഗവൺമെൻറ് സ്കൂളുകളിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇല്ല. എന്നാലും ഗവൺമെൻറ് സ്കൂളുകളിൽ ഉള്ള ക്വാളിറ്റീനെക്കാട്ടും കൂടുതൽ പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഉള്ളത്. നമ്മളിപ്പം ഒരു US പോലത്തെ ഒരു കൺട്രിയിൽ എടുക്കുകയാണെങ്കിലും അവിടെയുള്ള ചാർട്ടേഡ് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ പബ്ലിക് സ്കൂളുകൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി വളരെ മോശമാണ് കമ്പയർഡ് ടു പ്രൈവറ്റ് സ്കൂളുകൾ. റൈറ്റ്? അപ്പം ക്വാളിറ്റിയാണ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മാർക്കറ്റ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ മാർക്കറ്റ്സ് ആണ് ഏറ്റവും നല്ലത്, ഗവൺമെൻറ് അല്ല. എന്നുള്ളതാണ് ഒരു ഫണ്ടമെന്റൽ പോയിന്റ്. ആനന്ദ്, ഓക്കെ. അപ്പം അപ്പൊ എന്താണ് നമ്മളുടെ അടുത്ത ഐഡിയ? ലാസ്റ്റ് ഐഡിയ എന്ന് ലാസ്റ്റ് പറയുന്നത് ഐഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ നോളജ് പ്രോബ്ലം എന്നുള്ളതായിരുന്നു. അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ രീതിയിൽ ആലോചിക്കാൻ പറ്റുന്ന ഐഡിയ ആണ് സ്പോണ്ടേനിയസ് ഓർഡർ. അതായത് ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡറിലേക്ക് എത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരും ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്നൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് സ്പോണ്ടേനിയസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആഹ് ഇതിന് ഞാൻ ഒരു അഗെയിൻ ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ നമ്മൾ ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഞാനെപ്പോഴും ആലോചിക്കുന്നതാണ്. എങ്ങനെയാണ് ഓരോ വേർഡ്സും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് തന്നെ ഒരു മിക്സ്ചർ ഓഫ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൂട്ടിക്കലർന്ന ഒരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ലാംഗ്വേജസ് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഗവൺമെന്റ് തീരുമാനിച്ചതല്ല, ഒരു രാജാവ് തീരുമാനിച്ചതല്ല ഏതൊക്കെ വേർഡ്സ് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മൾ മലയാളം എടുത്തു കഴിഞ്ഞാലും നമ്മൾ കുറെ അധികം വാക്കുകൾ വേറെ ലാംഗ്വേജ് എന്നൊക്കെ ബോറോ ചെയ്യാറുണ്ട്. വേറെ ലാംഗ്വേജസിലെ വാക്കുകൾ ആക്ച്വലി മലയാളവൽക്കരിച്ചിട്ട് നമ്മൾ മലയാളമായിട്ട് തന്നെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ കസേര എന്നൊക്കെ ഉള്ളത് കഡേറ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വാക്ക് ഉണ്ടായതാണെന്ന് ഉം. പറയുന്നുണ്ട്. നമ്മളുടെ വിൻഡോ, ഉം. ജനാല എന്നൊക്കെ പറയുന്നത് ജനേല എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വാക്കുന്നുണ്ടായതാണ്. നമ്മള് രസീത് എന്നൊക്കെ പറയുന്നത് റെസീപ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കുന്നുണ്ടായതാണ്. അപ്പൊ നമ്മളങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ സാധനങ്ങൾ ഉം. എടുത്തിട്ട് ഒക്കെയാണ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ആരും അങ്ങനെ തീരുമാനിച്ചെടുത്ത ഒരു കോൺഷ്യസ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കിയ ഒരു ഓർഡർ ഒന്നുമല്ല. നമ്മള് ഏഹ്, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല പോർച്ചുഗീസ് എന്ന് ജനാല എന്ന് പറയുന്ന വാക്ക് നമ്മൾ എടുക്കണം മലയാളത്തിലേക്ക് എന്നുള്ളത്. ഒരു രാജാവും പറഞ്ഞിട്ടില്ല, ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. നമ്മളത് കൺവെൻഷൻ ആയിട്ട് ഓരോ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചു.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോൾ വേറെ ആൾക്കാര് വേറെ അടുത്ത് പോയി ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ആരും പ്ലാൻ ചെയ്യാതെ നാച്ചുറലി ഇവോൾവ് ആയി വന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനത്തിനാണ് സ്പോണ്ടേനിയസ് ഓർഡർ. ഉം. അതായത് ആരും തീരുമാനിക്കാതെ സ്വന്തമായിട്ടുണ്ടാവുന്ന ഒരു ഓർഡർ എന്നുള്ള രീതിയിലാണ് ഈ സ്പോണ്ടേനിയസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടാവുന്നത്. ഇത് ലാംഗ്വേജിനെക്കാളും ഉം. ഭയങ്കര നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ചിലപ്പോൾ മാർക്കറ്റുകളിലായിരിക്കും. ഇപ്പോ നാളെ എനിക്കെന്ത് കഴിക്കണം? അല്ലെങ്കിൽ ഞാൻ നാളെ സപ്പോസ് എനിക്ക് ഇഡലിയും സാമ്പാറുമാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഡലി ഉണ്ടാക്കേണ്ട സാധനങ്ങള്, സാമ്പാർ ഉണ്ടാക്കേണ്ട സാധനങ്ങള്, ഇതൊന്നും എനിക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊക്കെ മോളിന്ന് പ്ലാൻ ചെയ്യുന്ന ആരോ കൊണ്ടുത്തരുന്നതൊന്നുമല്ല. മാർക്കറ്റ് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇവോൾവ് ചെയ്തൊരു സാധനമാണ്. അതായത് എനിക്ക് നാളെ ചിലപ്പോൾ ഇഡ്ഡലി കഴിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഷോപ്പ് കീപ്പർ ഇഡ്ഡലിക്ക് വേണ്ട സാധനങ്ങളൊന്നും കളക്ട് ചെയ്ത് വെച്ചതല്ല. എന്നോട് സർവേ ഒന്നും എടുത്തിട്ടില്ല. അയാൾ അയാളുടെ ഡിമാൻഡും സപ്ലൈയും എല്ലാ ദിവസവും ഇത്ര ഇഡ്ഡലി മാവ് സെല്ലായി പോകുന്നുണ്ട്. ഇത്ര തക്കാളി സെല്ലാവുന്നുണ്ട്. ഇത്ര സാമ്പാർ പൊടി സെല്ലാവുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ഇതില് അയാള് സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അത് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആരും പ്ലാൻ ചെയ്യാതെ നാച്ചുറലി ഉം. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായ ഓർഡറുകളാണ്. അപ്പോ അഗെയിൻ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ചുറ്റും കാണുന്നതൊക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ആരും ആലോചിക്കാതെ തന്നെ ഉണ്ടാവുന്ന ഓർഡറുകൾ എന്തൊക്കെയാണ്? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഈ മാർക്കറ്റ് ആക്ച്വലി ഇതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോ അഗെയിൻ ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പൊ നമ്മൾ സെൻട്രലി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റുകൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട നോളജ് എല്ലാവർക്കും എന്ത് വേണം എന്നുള്ള നോളജ് ഗവൺമെന്റ് കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോഴൊക്കെ ആ നോളജ് ആവശ്യമില്ല. കാരണം മാർക്കറ്റൊക്കെ അങ്ങനെയല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ആഹ് നീ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരും നമ്മളോട് ഓരോ അഭിപ്രായം ചോദിച്ചിട്ടൊന്നുമല്ല ഷോപ്പ് കീപ്പർമാര് എന്ത് സാധനം വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് നാച്ചുറലി സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോ പെർഹാപ്സ് ആ ഉം. നോളജ് പ്രോബ്ലം റിസോൾവ് ചെയ്യപ്പെടുന്നത് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തന്നെ ആയിരിക്കാം. നമ്മളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നാളെ എനിക്ക് ഇഡലി മാവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലുണ്ടാവും. അപ്പോ നമ്മളുടെ നോളജ് പ്രോബ്ലം കുറെയൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നത് ഈ സ്പോണ്ടേനിയസ് ഓർഡർ വഴിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഹ് എന്നിട്ട് ഇതില് വേറൊരു സംഭവം ഉം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മാർക്കറ്റിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നാളെ ഞാൻ എന്ത് വിൽക്കണം അല്ലെങ്കിൽ നാളെ ആ ഷോപ്പ് കീപ്പർ എന്ത് വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രൈസാണ്. അപ്പൊ പ്രൈസ് നോക്കിയിട്ടാണ്. ഇപ്പൊ നാളെ ഇഡ്ഡലി മാവിനേക്കാളും കൂടുതൽ പൈസ അയാൾക്ക് കിട്ടാൻ സാധ്യത ബ്രെഡ് വിൽക്കുമ്പോഴാണെങ്കിൽ അയാൾ ബ്രെഡ് സ്റ്റോക്ക് ചെയ്യും. അപ്പൊ അഗെയിൻ അതൊക്കെ ഈ പ്രൈസ് സിസ്റ്റത്തിനെ ഉം. വെച്ചിട്ടുമാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോ അത് അഗെയിൻ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അഗെയിൻ ഇതിന്റെ യാ, യാ. ബേസിക് ഐഡിയ ഇതാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് പല സാധനങ്ങളും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. മാർക്കറ്റ് അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. നമ്മൾക്കപ്പോ പലപ്പോഴും ഈ സെൻട്രൽ പ്ലാനറിന്റെയും ഇങ്ങനത്തെ ഗവൺമെന്റുകളുടെയും ആവശ്യം അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല. ലാംഗ്വേജിൽ ആവശ്യമില്ലാത്തതുപോലെ എന്നൊക്കെയുള്ള ഉം. ഒരു ഐഡിയ ആണ് ഈ സ്പോണ്ടേനിയസ് ഓർഡർ എന്ന് പറയുന്നത്. ഉം. ആനന്ദേ, എനിക്കൊരു ചോദ്യമുള്ളത്, എടാ, എല്ലാ സ്പോണ്ടേനിയസ്ലി ഇവോൾവ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം സ്പോണ്ടേനിയസ്ലി തന്നെ പല ഇൻജസ്റ്റിസുകൾ ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആഹ്, ഇപ്പം ഭാഷേനകത്ത് ഭാഷ ഒരു നല്ല കാര്യമായിട്ട് വന്നതാണ്. പക്ഷേ പല കാര്യങ്ങളും സ്പോണ്ടേനിയസ്ലി അല്ലാതെ ഇവോൾവ് ആയി വന്ന കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. റൈറ്റ്? എനിക്ക് പെട്ടെന്ന് എക്സാമ്പിൾ ഒന്നും മനസ്സിൽ വരുന്നില്ല. പക്ഷേ സ്പോണ്ടേനിയസ്ലി ഇവോൾവ് ചെയ്യുന്ന എല്ലാം നല്ലതാണോ? ആ കേസുകളിൽ അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ചൊരു സെൻട്രൽ പ്ലാനറിന്റെ ആവശ്യം ഉണ്ടാവില്ലേ? ഇപ്പം യു നോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതില് കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി അതിൽ അഭിപ്രായം? എനിക്ക് തോന്നുന്നു സോനൽ നേരത്തെ പറഞ്ഞ കേസ് പോലെ നമ്മൾ എന്താണ് ഓരോ ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 3 സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ചിലപ്പോ ചില സ്പോണ്ടേനിയസ് ഓർഡറിൽ വരുന്നത് മോശം ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നമ്മളെ ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾക്കൊരു സെൻട്രൽ പ്ലാനറിന്റെ ഗവൺമെന്റ് ആവശ്യം വരും. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ നേരിട്ട് ഹാം ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാനെപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം ഒരാളെ ഹാം ചെയ്യാത്ത ഒരു സാധനമാണെങ്കിൽ ഗവൺമെന്റ് ആവശ്യം നമുക്ക് അവിടെ ഇല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സ്പോണ്ടേനിയസ് ഓർഡറിൽ എനിക്ക് പെട്ടെന്ന് എക്സാമ്പിൾസ് ഒന്നും വരുന്നില്ല. പക്ഷെ സ്പോണ്ടേനിയസ് ഓർഡർ വഴി ഇവോൾവ് ചെയ്ത എന്തെങ്കിലും സോഷ്യൽ സിസ്റ്റമോ അല്ലെങ്കിൽ ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഉം. ഉണ്ടായിട്ട് എന്നെ ഹാം ചെയ്യുന്ന ഒരു യാഹ്! സാധനം ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്കൊരു ഗവൺമെന്റിന്റെയോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലാത്തടത്തോളം നമ്മളിപ്പോ യാഹ്! ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു സാധനമൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോ അങ്ങനത്തെ ഒരു സെൻട്രൽ പ്ലാനറുടെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ സ്പോണ്ടേനിയസ്ലി ഇവോൾവ് ചെയ്യുന്ന സാധനവും നല്ലതാവണം എന്നല്ല. പക്ഷേ ഒരുപക്ഷേ നമ്മള്
സ്പോണ്ടേനിയസ്ലി ഇവോൾവ് ആയ കുറെ നല്ല സാധനങ്ങളുണ്ട്. അതിന്റെ സ്പോണ്ടേനിറ്റി നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല യാഹ്. എന്നുള്ളതാണ് വലിയൊരു കൊറെയൊക്കെ കാര്യം അല്ലേ? അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും യാഹ്. സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്ന ഓക്കെ. സാധനങ്ങള് എന്താ പറയാ, ചിലപ്പോ ഒരു പ്ലാനർ വെച്ച് കൺട്രോൾ ചെയ്യാനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ തന്നെ നമ്മൾ യാഹ്. കാണുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണ്ട ആവശ്യമുള്ള സാധനം നാച്ചുറലി തന്നെ അവൈലബിൾ ആവും. പക്ഷെ ചിലപ്പോൾ ഗവൺമെന്റ് അവിടെ എനിക്ക് നാളെ ഇഡ്ഡലി മാവ് വേണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇഡ്ഡലി മാവ് സ്റ്റോക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എല്ലാവരും ഇഡ്ഡലി കഴിച്ചാൽ മതി. യാഹ്. അതുകൊണ്ട് ഷോപ്പ് കീപ്പേഴ്സ് ഒക്കെ ഇനി മുതൽ ഇഡ്ഡലി മാവ് സ്റ്റോക്ക് ചെയ്താൽ മതി. ബ്രെഡ് വാങ്ങരുത് എന്നൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ ഈ മാർക്കറ്റ് സിസ്റ്റം യാഹ്. സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്ന സാധനമാണ്. എനിക്ക് വേണ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ ഉണ്ടായിക്കോളും. പക്ഷെ അവിടെ ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ് അതിൽ. ഈ സ്പോണ്ടേനിയസ് സോളിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരുന്ന ഒരു എക്സാമ്പിള് ഞാനിത് എവിടെയാ വായിച്ചെന്ന് ഓർമ്മയില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് ആം, സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഒരു വളരെ നോബിളായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു സോവിയറ്റ് യൂണിയൻ. എല്ലാവർക്കും ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ അവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് റേഷൻ വിതരണം ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ആൾക്കാർക്ക് വേണ്ടത് പോയി മേടിക്കാം, വേണ്ട ആൾക്കാർക്ക് വേണ്ട സാധനം വിൽക്കാം എന്നുള്ള സിസ്റ്റമാണല്ലോ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ, റൈറ്റ്? അതിന് പകരം സോവിയറ്റ് യൂണിയനിൽ ആൾക്കാർക്ക് വേണ്ടതൊന്നും പോയി മേടിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുത്ത കൃത്യമായ എമൗണ്ട് ഓഫ് റേഷനെ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെല്ലാവർക്കും ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച സാധനമാണ്. ബേസിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സാധനമാണ് നമുക്കുള്ള റേഷൻ അല്ലെങ്കിൽ റൈസ്, നമുക്ക് വേണ്ട ബ്രെഡ്, ദോശമാവ്, അരിമാവ്, ആനന്ദ് പറഞ്ഞ ഇഡ്ഡലി മാവ്, എല്ലാ എക്സാമ്പിളും നമുക്കിവിടെ ആരോ ഉണ്ടാക്കുന്നു, നമുക്ക് വേണ്ട സാധനം നമ്മൾ പോയി മേടിക്കുന്നു, റൈറ്റ്? ആരാ നമുക്ക് അറിഞ്ഞൂടാ ആരാ ഉണ്ടാക്കുന്നതെന്ന്. അവർക്ക് അവരുടേതായ പ്ലാൻ വെച്ചിട്ട് അവരുണ്ടാക്കുന്നു. അവരുടെ ലോക്കൽ നോളജ് വെച്ച്, നോളജ് പ്രോബ്ലത്തിൽ ആനന്ദ് പറഞ്ഞ പോലെ ലോക്കൽ നോളജ് വെച്ച് ഉണ്ടാക്കുന്നു, വരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അവസാനം അവിടെ എക്സ്ട്രീം ഫാമൈനായി. യുനോ വളരെയധികം ഫാമിൻ വന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ആർക്കും വേണ്ടവർക്ക് ബ്രെഡ് കിട്ടിയില്ല. കറക്റ്റ് സമയത്ത് ഗവൺമെൻറ് അത് കൊടുക്കാൻ പറ്റിയില്ല. ഇതിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുറേ പേര് വളരെയധികം എന്താ പട്ടിണി കിടന്ന് മരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായി. അപ്പം അതാണ് സോവിയറ്റ് യൂണിയനിൽ വന്നൊരു എക്സാമ്പിൾ. ഇത് തന്നെ ഏർലി ഇയേഴ്സ് ഓഫ് ചൈനയുടെ സമയത്ത് കൾച്ചറൽ റവല്യൂഷൻ്റെ സമയത്തും സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം എവിടെയൊക്കെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, ഇന്ത്യയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മുടെ ഏർലി ഇയേഴ്സ് 1950, 60സിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അംബാസിഡർ കാർ കിട്ടാൻ വേണ്ടി എന്താ പറയുക, പെങ്കൊച്ചുണ്ടാവുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ അംബാസിഡർ കാർ കൊടുക്കുമ്പോൾ പെൺകൊച്ചുണ്ടാവുമ്പോൾ തന്നെ അംബാസിഡർ കാർ ബുക്ക് ചെയ്താലേ 23, 22 വയസ്സാകുമ്പോൾ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുമ്പോഴത്തേന് അംബാസിഡർ കാർ കൊടുക്കാൻ പറ്റും. അത്രയും ഷോർട്ടേജ് ആയിരുന്നു അംബാസിഡർ കാറിൻ്റെ, റൈറ്റ്? അപ്പോൾ അന്ന് അംബാസിഡർ കാർ ഇന്ന ഒരു കമ്പനിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് പ്ലാൻ എനിക്ക് തോന്നുന്നു ചെയ്യുന്നതുകൊണ്ടാണ് ആ അത് സമയത്ത് പറ്റിയത്. സ്പോണ്ടേനിയസ്ലി എത്ര കാർ കാറുകൾ ഉണ്ടാക്കാം ആര് വേണമെങ്കിലും എന്നുള്ളൊരു ലിമിറ്റും ഉണ്ടായിക്കോട്ടെ. ഒക്കെ ഉണ്ടായിരുന്നു ഓരോ കമ്പനികൾക്ക്. ഓരോ കൊല്ലവും ഇത്ര നമ്പർ ഓഫ് കാർസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി. 91, അതായത് നമ്മൾ ലിബറലൈസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് കാർസുകളാണ് കോസ്റ്റ്ലിയർ ദാൻ ഫസ്റ്റ് ഹാൻഡ് കാർസ്. കാരണം സെക്കൻഡ് ഹാൻഡ് കാർസ് ഇമ്മീഡിയറ്റ്ലി കിട്ടും. ഒരാൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാർ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ഹാൻഡ് പുതിയ കാർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ സോനിൽ പറഞ്ഞതുപോലെ 10 കൊല്ലം കാത്തു വെക്കണം, 8 കൊല്ലം കാത്തു വെക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് സെക്കൻഡ് ഹാൻഡ് കാർസ് പൈസ കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് Yeah. കാറിന്റെ പൈസയായിരുന്നു കൂടുതൽ കമ്പയർ ടു. Mm. ഓ വാവ്. ഓക്കെ. Yeah. യാ. ഓക്കെ. Yeah. നൈസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഐഡിയാസ് എന്നുള്ള രീതിയിൽ പറയാൻ വിചാരിച്ചതല്ലേ ഈ എപ്പിസോഡിൽ. എന്തായാലും വെരി ഗുഡ്. നമ്മള് അപ്പൊ ഇനിയുള്ള എപ്പിസോഡ്സിലും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങള്, നമ്മൾ പഠിച്ചു വന്ന സാധനങ്ങള് ഒക്കെ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഒരു ഫസ്റ്റ് വെഞ്ചറാണ്. ചിലപ്പോൾ കുറെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഫെർദർ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാം. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞതിന്റെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ സോനിൽ പറഞ്ഞത് തക്ഷശിലയിലെ പ്രണയി എന്നൊക്കെ പറഞ്ഞ ഒരു തിങ്കറെ പറ്റി പറഞ്ഞു. അതേപോലെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച വേറൊരാൾ അമിത് വർമ്മ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്ററാണ്. ദ സീൻ ആൻഡ് ദി അൺസീൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് പുള്ളി നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6-7 കൊല്ലമൊക്കെ ആയിട്ട് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളപ്പോ ഇങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ ആൾക്കാർ, അവരുടെ തോട്ട്സ്, അവരുടെ ഐഡിയാസ്, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പറയുന്നതിന്റെ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. നിങ്ങൾക്കും അതൊക്കെ വായിച്ച് കേട്ട് കൂടുതൽ നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു. വെരി എക്സൈറ്റഡ് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ സംസാരിക്കാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ ലിസണിങ്. നമ്മൾക്ക് ഓക്കെ. ഫ്യൂച്ചർ ബൈ എപ്പിസോഡ്സിൽ എവരിബഡി. കാണാം. ബൈ.